എല്ലാവർക്കും നമസ്കാരം. ഞാൻ റമീസ് അലി. ഇത് നമ്മുടെ ഒരു വർക്ക് സൈറ്റാണ്, ഓൺഗോയിങ് സൈറ്റാണ്. 2500 സ്ക്വയർ ഫീറ്റ് ഒരു 4 BHK വീടാണിത്. ചുറ്റും നല്ല ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സൈറ്റാണിത്. അപ്പോൾ ഇവിടെ വന്ന വർക്ക് ഇൻസ്പെക്ഷൻ, അതായത് സൈറ്റ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുവഴി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും ഈ ഒരു സൈറ്റ് അല്ലെങ്കിൽ ഈ വർക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ആദ്യം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഈ ഒരു കാർ പോർച്ചാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാർ പോർച്ചാണിത്. ഇവിടെ ഒരു കാൻലിവർ ബീം കൊടുത്തിട്ടുണ്ട്. ആ കാൻലിവർ ബീമിലേക്കാണ് ഈ സ്ലാബ് വന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈല് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാർ പോർച്ച് കാർ എൻ്റർ ചെയ്യേണ്ടത് ഇത്തരത്തിലാണ്, ഇറങ്ങി പോകേണ്ടത് ഇത്തരത്തിലാണ്. ഒരുപാട് മുറ്റമൊക്കെ നമുക്കുണ്ട്. അത്യാവശ്യം നല്ല മുറ്റം കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാർ പോർച്ചാണ്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് വീടിൻ്റെ എൻട്രി, മെയിൻ ഡോർ അവിടെയാണ് വരുന്നത്. എൻട്രി ഏരിയ ആണത്. എൻട്രി സിറ്റ് ഔട്ടാണ്, ചെറിയ സിറ്റ് ഔട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 4 BHK ആണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ്. മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ അപ്പർ ലിവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ 2500 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഏരിയ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളത് റബിൾ ഫൗണ്ടേഷനാണ്. അതിൻ്റെ മുകളിൽ നമ്മളൊരു ബെൽറ്റ് ബീം കൊടുത്തിട്ടുണ്ട്. ആ ബെൽറ്റ് ബീമിൽ നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് ചെയ്തിട്ടുണ്ട്, കാപ്പിലറി ആക്ഷൻ ഒഴിവാക്കാനായിട്ട്. അത് വെള്ളം മുകളിലേക്ക് മഴക്കാലത്തൊക്കെ കയറി ഈ പുട്ടിയൊക്കെ അടർന്നു പോരുന്ന പ്രശ്നങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഡോക്ടർ ഫിക്സിറ്റിൻ്റെയാണ് നമ്മളത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മളൊരു ബീഡിങ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് സ്റ്റെപ്സ്, നമ്മുടെ ഈ ഒരു എൻട്രി സ്റ്റെപ്സ് ഒന്ന് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ സിറ്റ് ഔട്ടിൽ നമുക്കിവിടെ ഒരു പ്ലാന്റർ ബോക്സ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് ഏരിയ വരുന്നുണ്ട്. ഇവിടെയും നമുക്കൊരു പ്ലാന്റർ ബോക്സ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ ഒരുപാട് ലാൻഡ്സ്കേപ്പിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. കംപ്ലീഷൻ ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഫോമൽ ഏരിയ. ഫോമൽ ലിവിങ് ആണിത്. ഫോമൽ ലിവിങ്ങിൽ നമുക്ക് വലിയൊരു വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റർ ബോക്സിൻ്റെ മുകളിൽ ഗ്ലാസ് ഇടാണ്. അപ്പോൾ ഈ ഒരു വിൻഡോ ഇനിയും ഇപ്പോൾ ഇവിടെ മേസൺറി ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇനിയും കണ്ടിന്യൂ ചെയ്യും, മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ റൂഫിൽ നിന്ന് അവിടെ ഗ്ലാസ് ഏരിയ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഇതുവഴി ഈ ഒരു പ്ലാന്റർ ബോക്സ് ഏരിയയിലേക്ക് കിട്ടും. അപ്പോൾ അവിടെ വയ്ക്കുന്ന പ്ലാന്റ്സിനൊക്കെ അത് ബെനിഫിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ആ ലൈറ്റ് നമ്മുടെ ഈ ഒരു ഫോമൽ ലിവിങ് ഏരിയയിലേക്കും വരും എന്നുള്ളതാണ്. അത്തരത്തിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സൈറ്റിൻ്റെ പ്ലാനിങ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. വർക്ക് തുടങ്ങിയ മുമ്പ് ഞാൻ പ്ലാൻ എങ്ങനെ വരുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാനൊക്കെ കാണാൻ പറ്റും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഫോമൽ ലിവിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിൽ ശരിക്കും ഇവിടെ ഇതിൻ്റെ മുകളിൽ സ്ലാബില്ല. ഇവിടെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സിൻബിലോ ആയിട്ട് താഴേക്ക് കാണുന്ന രീതിയിലാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയ. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ കംപ്ലീറ്റ്ലി ഇവിടെ വലിയൊരു ഹാളാണ്. ഒരു ഹാളായിട്ട് അവിടെ ഡൈനിങ് ആണ്. ഒരു വലിയൊരു ഹാൾ ഫീൽ കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു പാസേജ് സ്പേസ് ആണിത്. ഇവിടെ നമുക്ക് സ്റ്റെയർ കേസ് വരുന്നുണ്ട്. കോൺക്രീറ്റ് സ്റ്റെയർ കേസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു പാറ്റിയോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ പാറ്റിയോ കൊടുക്കാൻ റീസൺ പറഞ്ഞാൽ പ്രൈവസിയാണ്. നല്ല പ്രൈവസി ആ സൈഡിൽ ഇപ്പോൾ ഒന്നുമില്ല. ഇൻ ഫ്യൂച്ചർ മേ ബി വീടൊക്കെ വരുമായിരിക്കും, പക്ഷേ ഇപ്പോൾ ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ വലിയൊരു ഹ്യൂജ് മഡ് വാള് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി വീട് വന്നാൽ പോലും അത് നമ്മളെ പ്രൈവസിനെ ബാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു പാറ്റിയോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്യാനൊക്കെയാണ് നമ്മുടെ പ്ലാൻ. ഞാൻ പറഞ്ഞില്ല, ലാൻഡ്സ്കേപ്പിന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു പോയിട്ടാണ്. അപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിലേക്ക് നമുക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 4 BHK വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂംസും ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബെഡ്റൂംസാണ്. അവിടെ ഒരു ബെഡ്റൂമുണ്ട്, അവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇത് ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ്ങിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ വാഷ് ബേസിനൊക്കെ കൊടുക്കാൻ ഇവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇടാനാണ് പരിപാടി. അപ്പോൾ ഇവിടെ നമുക്ക് വാഷ് ബേസിൻ വരുന്നുണ്ട്. ഇവിടെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ ഒരു നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു സ്പേസ് ആക്കി മാറ്റാനുള്ള ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. പിന്നെ ഇവിടെ നമ്മളെ ഒരു ഓപ്പൺ കിച്ചണാണ്. കിച്ചണിലേക്ക് വെളിച്ചം കിട്ടാനായിട്ട് വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒരു വർക്ക് ഏരിയ, ഒരു ചെറിയ വർക്ക് ഏരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വർക്ക് ഏരിയ ആണ്.
വിഡ്ത്ത് 150 ഉള്ളൂ, 150 സെൻറ്റിമീറ്ററാണ് വിഡ്ത്ത് വരുന്നത്. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പുറകു വശം കംപ്ലീറ്റ്ലി കണ്ടില്ലേ പറമ്പായിട്ട് കിടക്കുന്നത്. ഇത് മഞ്ചേരി ടൗണിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, പക്ഷെ നല്ലൊരു സ്ഥലമാണ്, നല്ല പറമ്പായിട്ടൊക്കെ കിടക്കുന്നത്. ചുറ്റുഭാഗമൊക്കെ നല്ലൊരു പ്രൈവസി ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഉള്ളത്. സൈറ്റിനെ പറ്റിയും അതേപോലെ തന്നെ പ്ലാനിനെ പറ്റിയും ഞാൻ പറഞ്ഞല്ലോ, മറ്റേ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ പ്ലാനിങ് വീഡിയോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു നോക്കാം കേട്ടോ. അതിൽ കൃത്യമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, സറൗണ്ടിങ്സിനെ പറ്റിയൊക്കെ. പിന്നെ ഇവിടെ നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ. ഈ ബെഡ്റൂം ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ്, ടോയ്ലറ്റ് അവിടെ ഉണ്ട്. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്, ഇവിടെ നമ്മളൊരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി ക്രോസ് വെന്റിലേഷൻ പോസിബിൾ ആവുന്ന രീതിയിലാണ് ഇത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബെഡ് ഹെഡ് സൈഡൊക്കെ ഹെഡ് ബോർഡൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാൾ. പിന്നെ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഈ വീണ്ടും ടോട്ടലി എല്ലാ ടോയ്ലറ്റ്സും കുറച്ച് ചെറുതാണ്. നമുക്ക് ഏരിയ നമുക്ക് മാക്സിമം ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ സ്പേസ് പ്ലാനിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമതൊരു ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. 2 ബെഡ്റൂംസും അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ, അത്യാവശ്യം വലിയ ബെഡ്റൂംസ് തന്നെയാണ്. ബെഡ്റൂം സൈസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ആ പ്ലാനിങ് വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഒരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും നമ്മളൊരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ലിൻഡൽ മേസൺട്രി ആയി. ഇനിയിപ്പോൾ നമുക്ക് സ്ലാബാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലും 2 ബെഡ്റൂംസിന് മുകളിൽ ബെഡ്റൂംസാണ് വരുന്നത്. പിന്നെ ഒരു അപ്പർ ലിവിങ് വരുന്നുണ്ട്, സ്റ്റഡി ഏരിയ വരുന്നുണ്ട്, ബാൽക്കണി, ഇങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഫസ്റ്റ് ഫ്ലോറിലും വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതായത് ഈ വിൻഡോസും ഡോർസും നമ്മൾ ഇനീഷ്യലി വെക്കണോ, അതല്ല നമ്മൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലേറ്റർ സ്റ്റേജിൽ നമ്മുടെ പ്ലാസ്റ്ററിങ്ങിന് തൊട്ട് മുമ്പായിട്ട് വെച്ചാൽ മതിയോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. പലരും അത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലെല്ലാം തന്നെ നമ്മൾ ആദ്യം ജനലോ വാതിലോ വെക്കാറില്ല. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ യൂസ് ചെയ്യുന്ന വുഡിൻ്റെ വിൻഡോസും ഡോർസും യൂസ് ചെയ്യാറുണ്ട്, UPVC യൂസ് ചെയ്യാറുണ്ട്, സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്. കൂടുതൽ നമ്മുടെ പ്രൊജക്ട്സും സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 3 സാധനം നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് ഇടാനും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം പിന്നെ നമ്മൾ ഈ കണ്ടിന്യൂസ് ക്യൂറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ വുഡാണെങ്കിൽ അത് നശിച്ചു പോകും, ഈ വെള്ളം തട്ടിയിട്ടും വെയിൽ തട്ടിയിട്ടൊക്കെ. ഇപ്പോൾ സ്റ്റീലാണെങ്കിൽ പോലും ഡ്യൂറബിളാണ്, വെള്ളം തട്ടിയാലൊന്നും പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല, വെയിൽ തട്ടിയാലും പ്രശ്നമില്ല. പക്ഷേ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഗ്ലാസ് ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കൊണ്ടുപോയി വെക്കാത്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ലിൻഡൽ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ല സ്ട്രെങ്ത് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ തോന്നിയ പോലെ, അതായത് ജനൽ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകൾ എല്ലാ ലിൻഡലും ഒരേ കമ്പിയൊക്കെ ഇട്ടിട്ട് വാർക്കാറുണ്ട്, സാധാരണ കോൺട്രാക്ടേഴ്സൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇതിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ സ്റ്റീൽ കൂടുതലുണ്ട്. നമ്മൾ ഈ വാളിൻ്റെ മുകളിൽ വരുന്ന, ഇപ്പോൾ ഇവിടെ നമ്മൾ ലിൻഡൽ ചെയ്യുന്ന ഇതിൻ്റെ കമ്പി പറഞ്ഞു കഴിഞ്ഞാൽ 4-8 കമ്പി ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 12 കമ്പിയോ 16 കമ്പിയോ ഈ ഒരു സ്പാൻ അനുസരിച്ചിട്ട് അതിൽ ഡിഫറൻസ് നമ്മൾ കൊണ്ടുവരാറുണ്ട്. അപ്പോഴേ ഇത് സ്റ്റേബിളായി നിൽക്കുള്ളൂ. നല്ലത് ഇത് തന്നെയാണ്. കാരണം ജനലും വാതിൽ വെച്ചില്ല ഇപ്പോഴും ഈ ബിൽഡിംഗ് സ്റ്റേബിളാണ്. മറ്റത് ജനലും വാതിലിൻ്റെയും അതിൻ്റെ ഒരു സപ്പോർട്ടിലായിരിക്കും ചിലപ്പോൾ അത് ആ വാൾസ് എല്ലാം തന്നെ നിൽക്കുന്നുണ്ടാവുക. ഒരുപാട് സൈറ്റിൽ അങ്ങനെയാണ്. കാരണം അതിൽ ഡിഫറൻസ്, ഈ കമ്പിയിൽ ഇടുന്നതിൽ ഡിഫറൻസ് ഒന്നും കാണാറില്ല പലരും ചെയ്യുന്നതിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കമ്പിയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ രീതിയിൽ, അതായത് സ്പാനിനനുസരിച്ച് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറൊക്കെ കൺസൾട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വെക്കുന്നതിൽ പ്രോബ്ലം ഇല്ല. കാരണം ഇതാണ് നല്ലത്. എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ബിൽഡിംഗ് സ്റ്റേബിളാണ്. ജനലും വാതിലും ഞാൻ ആരെങ്കിലും പൊളിച്ച് കളഞ്ഞാൽ പോലും ബിൽഡിംഗ് അവിടെ സ്റ്റേബിളായി നിൽക്കും. ഈ വീട് വെസ്റ്റ് ഫേസിംഗ് ആണ്. മെയിൻ റോഡിൽ നിന്ന്, അതായത് നമ്മുടെ മഞ്ചേരി മലപ്പുറം റോഡിൽ നിന്ന് കഷ്ടി ഒരു 50 മീറ്റർ ഉള്ളൂ ഈ സൈറ്റിലേക്ക്. ഇപ്പോൾ മഡ് റോഡാണ് ഈ സൈറ്റിലേക്ക് ഉള്ളത്, ടാർ ചെയ്തിട്ടില്ല. കാരണം ഇവിടെ വീടുകൾ കുറവാണ്, വീടുകളൊക്കെ ആയി വരുന്നുള്ളൂ ഈ ഒരു ഏരിയയിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നല്ല ശാന്തസുന്ദരമായിട്ടുള്ളതും. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ലാറ്ററൈറ്റ് ബ്ലോക്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മേസൻട്രി വാൾസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ സ്റ്റൈലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.